ഹലോ ഗൈസ്. സോ എല്ലാവർക്കും കാർട്ടൂണിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഫയാസ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ റെഡ്മി ബഡ് 6ന്റെ ഒരു റിവ്യൂ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ മേലെ ലിങ്ക് കൊടുത്തേക്കുക, എല്ലാവരും പോയി ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ പാഡ് 7ന്റെ റെറ്റിന ഡിസ്പ്ലേ പോയിട്ട് നമ്മുടെ നാനോ ടെക്സ്റ്റ് ഡിസ്പ്ലേ വരുന്ന പാഡ് 7, അതായത് പാഡിലെ ഏറ്റവും MI പാഡ് 7ലെ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. 12GB 250GB ഇൻബിൽഡ് വരുന്ന മെമ്മറി സ്റ്റോറേജ് വരുന്നൊരു മോഡലും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ റെഡ്മി ബഡ് 6ന്റെ ഞാൻ കഴിഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, കാരണം മേടിച്ചു. എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ കണക്ട് ആവുന്നില്ല, ബ്ലൂടൂത്ത് കണക്ട് ആവുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല, ഇയർ കേൾക്കുന്നില്ല, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് ഞാൻ ഇത് കൊണ്ടുപോയിട്ട് എനിക്ക് റീപ്ലേസ് ചെയ്ത് പുതിയത് കിട്ടിയതാണിത്. അൺബോക്സിങ്ങിലേക്ക് പോവാം. അൺബോക്സിംഗ് ഒന്നും പറയാനില്ല, ഞാൻ ഓൾറെഡി പൊട്ടിച്ച് ഉപയോഗിച്ച ഒരു പ്രൊഡക്റ്റ് ആണ്. ഇവിടെ ഓൾറെഡി ഇതിനുള്ള ഒന്നുമില്ല, ഞാൻ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്, അയച്ചു വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, MI റെഡ്മി ബഡ് 6. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അത് അത്യാവശ്യം നല്ല കിടലും കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം തുറന്നു കഴിഞ്ഞാൽ ഓൺ സ്പൂൾ പടയെന്നും പറഞ്ഞാണ് ഇതിനകത്ത് നമ്മുടെ ബ്ലൂടൂത്തിൽ മൊബൈലായിട്ട് കണക്ട് ആവുന്നത്. അത് ഭയങ്കര അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് 49dB ഹൈബ്രിഡ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ, അത്യാവശ്യം നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നോയിസ് ക്യാൻസലേഷൻ കാര്യം ഇതിനകത്തുണ്ട്. ഒരു 3000 രൂപ റേഞ്ചിൽ ആ ഒരു ബഡ്ജറ്റിന് താഴെ വരുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു ബഡാണിത്. എന്താ പറയുക, ഇയർബഡ്സ് ആണിത്. ഇനി അത് വരുന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഡ്മി ബഡ് 6, അതായത് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ കൂടെ വരുന്ന നമ്മുടെ ഇതിന്റെ ചാർജിങ് കേബിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇയർ ടിപ്പ് ബഡ് ഇല്ല, മറ്റേ ബുഷ്, അത് ഇങ്ങനെ സ്മോൾ, ലാർജ്, അങ്ങനെ ഒരു സൈസിൽ 3 സൈസിൽ വരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇതിനുള്ളൊന്നുമില്ല. പിന്നെ യൂസർ മാനുവൽ വരുന്നുണ്ട്. എല്ലാത്തിലും വരുന്നത് തന്നെ യൂസർ മാനുവൽ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു സാധനമുണ്ട്, ആപ്പ് കണക്ഷൻ. അതായത് നമ്മുടെ റെഡ്മി ബഡ് 6 ഉപയോഗിക്കാൻ നേരത്ത് നമുക്ക് ഈ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡിലും എന്താ പറയുക iOS-ലും നമുക്ക് ഈ ആപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ആപ്പ് നമ്മുടെ ഈ റെഡ്മി ബഡ് 6 മേടിക്കാൻ നേരത്ത് ഉപയോഗിക്കാൻ ഇപ്പോൾ ഒട്ടുമിക്ക ആപ്പുകൾക്കും ഒട്ടുമിക്ക ബഡുകൾക്കും ഇതുപോലെ ആപ്പുകളുണ്ട്. അപ്പോൾ ഈ റെഡ്മി ബഡ് 6 മേടിക്കാത്ത ഈ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. പുറകിൽ ഇതിൻ്റെ QR കോഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതാ ഇതിനകത്ത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി ലെവൽ ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കസ്റ്റമൈസ് ടച്ച് കൺട്രോൾസ്, അതായത് ഈ ഇയർബഡ്സിന്റെ ടച്ച് കൺട്രോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നോയിസ് ക്യാൻസലേഷൻ, അത് പൊളിയാണ് കേട്ടോ. അത് നമുക്ക് വെറുതെ വെച്ചിട്ട് തന്നെ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഫീല് നമുക്ക് കിട്ടും. അടിപൊളിയാണ്, നല്ലൊരു എന്താ പറയുക ഗുഡ് റിസൾട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഓഡിയോ എഫക്ട്സ് ഉണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ഓഡിയോ എഫക്ട്സ്, ഇപ്പോൾ നമുക്ക് ബാസ്, നമ്മുടെ ബേസ്, നമ്മുടെ പാട്ടിൽ കേൾക്കുന്ന ബേസ് നമുക്ക് കൂട്ടാൻ പറ്റും. ബേസ് മാത്രം കൂട്ടി വെച്ച് മാത്രം കേൾക്കാം. അല്ലെങ്കിൽ വോക്കൽ വേണമെങ്കിൽ വോക്കൽ മാത്രം, ട്രെബിൾ വേണമെങ്കിൽ ട്രെബിൾ മാത്രം, അങ്ങനെ കുറച്ച് സൗണ്ട് എഫക്ട്സിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് തന്നെ കുറച്ചുണ്ട്. അതുപോലെ തന്നെ ഫൈൻഡ് യുവർ ഇയർഫോൺസ്, മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് നോക്കിയിട്ടുണ്ടെങ്കിൽ സൗണ്ട് വെച്ചിട്ട് നമുക്കത് അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ലൊക്കേഷൻ വെച്ച് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡുവൽ കണക്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഒരേ സമയത്തിൽ 2 പ്രൊഡക്റ്റ് അല്ലെങ്കിൽ 2 മൊബൈൽ, അല്ലെങ്കിൽ ഒരു ടാബ് ഒരു മൊബൈൽ, അല്ലെങ്കിൽ ഒരു ലാപ്പ് ഒരു മൊബൈൽ, അല്ലെങ്കിൽ ഒരു ടാബ് ലാപ്പ്, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു സമയത്ത് തന്നെ 2 പ്രൊഡക്റ്റായിട്ട്, അതായത് 2 ഗാഡ്ജറ്റായിട്ട് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇയർ ടിപ്പ് ഫിറ്റ് ടെസ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇയർബഡ്സ് വെച്ചിട്ട് ഈ ഇയർ ടിപ്പിന്റെ ഫിറ്റ് ടെസ്റ്റ് നമ്മൾ നോക്കാൻ നേരത്ത് അത് പറയും. അത് ഇച്ചിരി ഇതായിട്ടിരിക്കണേ, ഇച്ചിരി കറക്റ്റ് അല്ല, ഇയറിൽ കറക്റ്റ് ആയിട്ടല്ല ഇരിക്കണേ എന്നുള്ള സാധനം, ഫിറ്റ് ആയിട്ടല്ല ഇരിക്കണേ എന്നുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അത് കറക്റ്റ് എങ്ങനെ വെക്കണ്ടേ എന്നുള്ളൊരു സാധനം വരെ അവരെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിനകത്ത് വരുന്ന സാധനങ്ങൾ. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ സാധനം, റെഡ്മി ബഡ് 6ന്റെ കേസ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. ഞാൻ ഇതിനു മുമ്പും ഇയർബഡ്സ് കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ 3000 ബഡ്ജറ്റിൽ റേഞ്ച് വരുന്ന കുറച്ച് ഇയർബഡ്സ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എനിക്ക് ഈ നോയിസ് ക്യാൻസലേഷൻ, അതായത് ENC സപ്പോർട്ട് ഉള്ള ഇയർബഡ്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോയിസ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ നമ്മുടെ ചെവിയിൽ വെച്ച് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ പുറത്തുള്ള സൗണ്ടുകളും ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളൊക്കെ അതിനകത്ത് മറ്റേ ബഡ്സിലൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഇതിനകത്ത് അടിപൊളിയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം 2 വീലറിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഡെയിലി അത്യാവശ്യം നന്നായിട്ട് ഓട്ടമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഇപ്പൊ പെട്ടെന്ന് കോള് വരുമ്പോൾ ഇയർബഡ്സ് വെച്ചിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ നേരത്ത് നമുക്കിപ്പോൾ സംസാരിക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ വോക്കൽ അല്ലെങ്കിൽ നമ്മുടെ വോയിസ് അപ്പുറത്തേക്കുന്ന ആൾക്ക്
നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ കിടിലൻ സൗണ്ട് എഫക്ട്സ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പൊ ഞാൻ എംഐയുടെ നമ്മുടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല പാഡ് 7, അതെനിക്ക് ആക്ച്വലി എനിക്കിത് പാഡ് 7 മേടിച്ചപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയതാണ്. എന്ന് വെച്ചാൽ 3500 രൂപയുടെ ഒരു പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓഫർ എനിക്ക് ഉണ്ടായിരുന്നു ആ ടാബ് മേടിച്ചപ്പോൾ. 3500 രൂപ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പൊ ഞാൻ പറഞ്ഞ ഇതും മേടിച്ചു, ഒരു പാഡിന്റെ കേസും മേടിച്ചു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇതിന് നല്ലൊരു പ്രീമിയം ഫീലും ലുക്കും നമുക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ ആണ്. ഇതിനകത്ത് നമുക്ക് ഒരു പ്രീമിയം ഫീലും ലുക്കും കാര്യം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇതിന്റെ ഈ സൈഡിൽ ഒരു സ്വിച്ച് ഉണ്ട്, ഇവിടെ ഇട്ടൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഒക്കെ നമുക്ക് സാധനം നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും, ഫുൾ റീസെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു ചാർജിങ് പോർട്ട്, ഇവിടെ ഈ മുമ്പിൽ തന്നെയാണ് ഇതിന്റെ ചാർജിങ് പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റ് എത്തുമ്പോൾ തുറക്കുമ്പോൾ കാണണ്ട ഈ ലൈറ്റ് ഇത്രേ ഉള്ളൂ. ഇപ്പൊ ചാർജ് ഇത്രേ ഉള്ളൂ ഈ സാധനത്തിൽ. ഇതിപ്പോ ഫുൾ ചാർജ് ആണ് കേസിലെങ്കിൽ ഈ ലൈറ്റ് ഫുള്ള് കത്തി കിടക്കും, കുറവാണെങ്കിൽ അനുസരിച്ച് ലൈറ്റ് ഇങ്ങനെ ഫെയ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡിക്കേഷനും നമുക്ക് അറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ റെഡ്മി ബഡ് 6ന്റെ റിവ്യൂ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഷെയറും ചെയ്യും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതാണ് നമ്മുടെ റെഡ്മി ബഡ് 6. ഇനിയിപ്പോൾ എന്തെങ്കിലും കാലമൊക്കെ വിട്ട് പോയിട്ടോന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും അടിപൊളി പ്രൊഡക്റ്റ് ആണ് എംഐയുടെ റെഡ്മി ബഡ് 6. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.